ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതാണ്. ശരി, എങ്കിൽ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അവിടെ കിടന്ന് ചൂടാവട്ടെ. ഉലുവ അവിടെ കിടന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തോട്ട് ഉള്ളി ചതച്ച ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് പൊളന്നത് ഇട്ട് കൊടുക്കാം. ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നല്ലപോലെ വഴന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതും അവിടെ കിടന്ന് നല്ലവണ്ണം വഴന്ന് വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കും. എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി. നമ്മളിവിടെ മറ്റേ എരിവുള്ള മുളകല്ല ഉപയോഗിക്കുന്നത്, കാശ്മീരി ചില്ലിയാണ്. അത് 3.5 ടീസ്പൂണുണ്ട്. 3 ടീസ്പൂൺ തന്നെ നല്ലപോലെ നിറച്ചെടുത്തത്. ഇതവിടെ കിടന്ന് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറട്ടെ. പൊടി ഇടുന്നുണ്ടല്ലോ, തീ കുറച്ച് വെക്കണം, അല്ല കരിഞ്ഞു പോകും. ഈ തക്കാളിയും അതൊക്കെ ആയിട്ടൊന്ന് പെരണ്ട് വെക്കട്ടെ. കപ്പയൊക്കെ വേവിച്ചിട്ടുണ്ടല്ലോ, ഈ മത്തി മുളകിട്ടതിട്ട് ഇട്ട് കഴിച്ചു നോക്കണം, എന്താ ടേസ്റ്റാണെന്നറിയാം. കുഴച്ച കപ്പയുടെ മേലിങ്ങനെ മത്തിയുടെ അരപ്പൊക്കെ ഒഴിച്ച് മത്തിയിട്ട് ഒരു പിടി പിടിക്കണം. നല്ലവണ്ണം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇതൊന്നായി വരട്ടെ. 2 കഷ്ണം കുടംപുളി ഇതിവിടെ കിടന്നൊന്ന്, ഇച്ചിരി വെള്ളമോടെ വേണം, ഇതിവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ മത്തിയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് മത്തി കഴുകിയിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവിടെ ഇരുന്നത് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ മത്തിക്കറി റെഡിയായോ നോക്കാവേ. ആഹാ, അങ്ങനെ നമ്മുടെ മുളകിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് 2 കറിവേപ്പിലയും കൂടെ വെച്ചു. അങ്ങനെ മുളകിട്ട മത്തിക്കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്